എൻ്റെ സുഖതേട്ട തുമ്പപ്പൂ കൊണ്ട് തുലാഭാരത്തിലെ മെയിൻ ക്യാരക്ടർ ചെയ്യണതല്ലേ. തുലാഭാരം നടത്തുന്ന ആ ത്രാസില് അതിലെപ്പോഴും സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന ബാസിയാണല്ലോ എപ്പിസോഡിലും. ആൾക്കാർക്ക് അറിയണ്ടേ? അങ്ങനത്തെ ഒരാളിപ്പോ പറയുമ്പോ പേര് പറയുമ്പോ നമുക്കൊക്കെ മനസ്സിലാവണ്ടേ? 10 3 പേർക്കെങ്കിലും അറിയണ്ടേ? സെലിബ്രേറ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ പിള്ളേർക്ക് അറിയാൻ നോക്കിയാൽ മതി. ഈ ബാസി ആവുമ്പോൾ എൻ്റെ ഒറ്റ വിളി മതി, അപ്പോൾ ഫോൺ എടുക്കുകയും ചെയ്യും. എടുക്കും ബാസി ഓസിക്ക് എന്ത് കിട്ടിയാലും വരും. അല്ലാണ്ട് ഇപ്പൊ നിങ്ങള് സത്യം. ഹലോ, ഏത് സത്യൻ? ആ, സത്യ സാറോ? എന്താ സാർ? ഭംഗിയായിട്ട് പോണു സാർ. പിന്നെന്താ സാർ, സാർക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് സ്വാഗതം. ഞങ്ങൾക്കല്ലേ സന്തോഷം സാർ. എപ്പോ വേണമെങ്കിലും സാറിന്റെ സൗകര്യത്തിനനുസരിച്ച് സാർക്ക് ഇങ്ങോട്ട് സ്വാഗതം. ആ ശരി ശരി. സത്യ സാറ്. സത്യനന്ദിക്കാട് സാറാ? അല്ലടോ, സീരിയൽ സംവിധായകൻ സത്യശീലൻ സാറ്. ഇങ്ങോട്ട് വരാതെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ക്ലാസ് എടുക്കാന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. സത്യശീല അവൻ എന്നോട് വിളിച്ചു പറയാൻ അവനൊരു അവനോ? ഇത് മറ്റേ സീരിയൽ സംവിധായകൻ സത്യശീലന്റെ എനിക്കറിയാം. അറിയോ? ഈ ഇവിടെ പഠിക്കുന്ന മണ്ടോദരി ഇല്ലേ, സത്യന്റെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനൊരു ദിവസം മണ്ടോദരി അടുത്ത് പറഞ്ഞു, ഈ സത്യനോട് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോകാൻ പറ, പഴയ മൈസൂർ മന്മഥനാണ് ഇവിടെ ക്ലാസ് എടുക്കണമെന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ട് അവന് എന്നെ വിളിക്കാൻ ഞങ്ങൾ അതെ, ഈ ചൊവ്വാഴ്ച സാർ ഇവിടെ വരും. ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനോടും പറയണം അന്ന് ക്ലാസ് ഉണ്ട്. എന്തിനാ വരണ്ടെന്ന് പറഞ്ഞ ദിവസം പറഞ്ഞാൽ മതി. ക്ലാസ് ഉണ്ടെന്നൊന്നും പിന്നെ പറഞ്ഞ കുട്ടികളും വന്നോളൂ. അപ്പൊ പോയ മറക്കരുത്, ചൊവ്വാഴ്ച. ആയിക്കോട്ടെ, ചൊവ്വാഴ്ച. എന്തായാലും ഇപ്പൊ കുട്ടികളുടെ അടുത്ത് പറയാൻ ഒരു കാര്യമായി. ക്ലാസ്സിലേക്ക് പിന്നെ വരാത്ത പിള്ളേരോടൊക്കെ പറയാൻ പറയണം. സുഖേട്ടാ, നമ്മുടെ ഈ സത്യൻ വരുമ്പോ ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ? സത്യന്റെ കൂടെ ഒന്ന് എനിക്ക് സെൽഫി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. ഇയാളല്ലേ സത്യനെ അറിയോന്ന് പറഞ്ഞു? അറിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മൊബൈലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. മനസ്സിലായില്ലേ? എന്നെ അറിയും, കണ്ട ഇപ്പം അറിയുമെന്ന് അറിയില്ല, പക്ഷെ എന്നെ പറഞ്ഞറിയും. മൈസൂർ മന്മഥൻ. അപ്പൊ എന്നാ വരുമ്പോ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ചെന്ന് ക്ലാസ് എടുക്കാൻ ഞാനെന്നെ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഫോട്ടോ എടുക്കണം ചിരിക്കുമ്പോഴാണ് എൻ്റെ. നമസ്കാരം. സുഗതൻ ആക്ടിംഗ് സ്കൂളിലേക്ക് കേരളത്തിലെ പ്രശസ്തനായ സീരിയൽ സംവിധായകൻ ശ്രീ സത്യശീലൻ അവർക്ക് സ്വാഗതം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വമേധയാ ഇവിടെ വന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലെ അനുഭവങ്ങളും എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നൊക്കെ ഇനി അദ്ദേഹം നമുക്ക് കുറച്ചു നേരം പറഞ്ഞു തരും. അദ്ദേഹത്തെ അതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ സത്യത്തിൽ ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല. ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന ഇവിടെ പഠിക്കുന്ന മണ്ടോദരി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. പക്ഷേ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിനയം, സംവിധാനം, സിനിമാറ്റോഗ്രഫി തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. നല്ല സ്ഥാപനങ്ങളിലായിരിക്കണം പഠിക്കേണ്ടത്. അതെ. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥാപനം ഇതായിപ്പോയി. നിർഭാഗ്യവശാലല്ല, ഭാഗ്യവശാൽ. എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല, നിർഭാഗ്യവശാൽ തന്നെയാണ്. അതെ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഞാൻ അതിനു വേണ്ടി വന്നതാണ്. എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന മണ്ണോദരി എന്ന് പറയുന്ന പെൺകുട്ടി അഭിനയം പഠിക്കുന്നതിന് മുമ്പ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരുന്നു.
ഇവിടെ വന്ന് അഭിനയം പഠിച്ചതിന് ശേഷം ആ കുട്ടിക്ക് അഭിനയിക്കാനേ പറ്റുന്നില്ല. എന്തൊക്കെയോ കുറെ അബദ്ധ ധാരണകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരാണ് ഇവിടെ അഭിനയം പഠിപ്പിക്കുന്ന ആള്? കോയ. ആരാണ് കോയ? സാറേ അല്ല എന്നെ വിളിച്ചോ? കോയ ഞാനാ. ആണോ? നിങ്ങളോട് മാറി നിൽക്ക്. ആരാണ് സംവിധാനം? മന്മഥൻ. അതാരാ? ഇതാ സിനിമോട്ടോഗ്രഫി? മന്മഥൻ. എഡിറ്റിംഗ്? എല്ലാം ബാക്കിയെല്ലാം പഠിപ്പിക്കുന്ന മന്മഥൻ. നിങ്ങൾ ഇത്തിരി മാറി നോക്കൂ. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങൾക്ക് അത് ചീത്തപ്പേരാണ്. മാത്രമല്ല ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ അത് ചീത്തപ്പേരാണ്. അപ്പം നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് പറയുന്നത്. അഭിനയം പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? എനിക്ക് വെറുതെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താ ഉദ്ദേശിച്ചത് സാറ്? അഭിനയം പഠിപ്പിക്കാനുള്ള നിങ്ങളുടെ യോഗ്യത എന്താണെന്ന്. യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാനും കോയും കൂടി. അയാള് പറയട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അല്ല സാറിന് അറിയാം ഏകദേശം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇവര്. നല്ല ശ്രദ്ധയുള്ള ആൾക്കാരാണ്, കുട്ടികളാണ്. പറ. അതായത് വെച്ചാല് ഞാൻ വേറെ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. സ്ഥാപനങ്ങൾ പഠിക്കണ്ടല്ലോ. വേണ്ടല്ലോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ പറയൂ. എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ മതി. അതന്നെ അത് സാറേ സത്യം പറഞ്ഞ എനിക്ക് പോത്തിന്റെ കച്ചവടമായിരുന്നു. എനിക്ക് ചന്തയിൽ കൊണ്ടുപോയിട്ട് പോത്തിനെ കച്ചവടം ചെയ്യാൻ 100 പോത്തുണ്ടായിരുന്നതാണ് എൻ്റെ കയ്യിൽ. മൂപ്പര് പറഞ്ഞൊരു സിനിമ പിടിക്കാൻ എന്നെ നായകനാക്കിയിട്ട് പറഞ്ഞിട്ട് ആ പോത്തിന് മുഴുവൻ കച്ചവടം ചെയ്തിട്ട് മൂപ്പർക്ക് കായ് കൊടുത്ത് അതുകൊണ്ട് സിനിമ പിടിച്ചിട്ട് അത് ആകെ നല്ല കുറ്റപ്പൊക്കെ പണിയില്ലാണ്ടായി. കുട്ടികളും മക്കളും ഭാര്യയൊക്കെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ എൻ്റെ കൂടെ നിന്നോ കായ് എന്തെങ്കിലും കിട്ടും. അങ്ങനെയാണ്. കഴിവുണ്ട്. 5ാം ക്ലാസ് മുതൽ നന്നായി അഭിനയിക്കുന്ന ഒരു നടനം കൂടി ആയതുകൊണ്ട് അഭിനയിക്കൊക്കെ ചെയ്യും. ശരി ഓക്കെ. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? ഞാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു. ഏത് കമ്പനി? ചപ്പാത്തിയുടെ പ്രൊഡക്ഷൻ കമ്പനി. അവിടുന്നാണ്. ചപ്പാത്തിയും ഈ ഡയറക്ഷൻ തമ്മിൽ എന്താ ബന്ധം? അല്ല സാറേ, ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന അവിടെ ഞങ്ങൾക്ക് മെസ്സുണ്ട്. അപ്പോൾ ഈ മെസ്സിൽ നിന്നാണ് എല്ലാ ഷൂട്ടിംഗ് സ്ഥലത്തേക്കും ചപ്പാത്തിയൊക്കെ ഫുഡെല്ലാം കൊണ്ടുപോകണത്. അപ്പോൾ ഇപ്പോൾ ലൊക്കേഷനിൽ എല്ലാ ഇതിലെ സംവിധായകന്മാരെയൊക്കെ ഞാൻ പരിചയപ്പെടും, സംസാരിക്കും. നല്ല നിങ്ങൾ ഇവിടെ പറഞ്ഞേ. നിങ്ങളും ഇതൊന്നും അല്ലല്ലോ സാറേ. ഈ ചങ്ങാടെ ധൈര്യത്തിലാണ് ഞാനൊക്കെ. നിങ്ങൾ അല്ല, ഞാൻ ഈ ചെറുപ്പത്തിലെ സിനിമാ മോഹമായിട്ട് തിരക്കഥയൊക്കെ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്ത്. അപ്പൊ അതിന് സുഗത, നശിക്കുന്നവരെ നശിച്ചു. എന്തിനാണ് ഈ സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് നിങ്ങൾ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് പഠിക്കുന്നതെന്ന്? നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾ അവസാനിപ്പിക്കണ്ട. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, നല്ല സ്ഥാപനങ്ങൾ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ ചേർന്ന് പഠിക്കുക. അല്ലാതെ ഇതുപോലുള്ള കറക്ക് കമ്പനികളിൽ ദയവ് ചെയ്ത് ചെന്ന് പെടരുത്. അതങ്ങക്ക് നല്ലേ.